മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ, വ്യാജമായി പടച്ചുണ്ടാക്കിയ വാർത്തകൾ നൽകുന്നത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. രാജ്യവിരുദ്ധ വാർത്തകൾ മനഃപൂർവ്വം പടച്ച് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തെ ഊതിപ്പെരുപ്പിക്കുന്നതിനും ആളിക്കത്തിക്കുന്നതിനും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഡൽഹി CANRC വിരുദ്ധ കലാപ സമയത്ത് അശോക് നഗറിൽ ഇതാ ഒരു മുസ്ലിം പള്ളി കത്തിയെരിയുന്നു എന്ന് പറഞ്ഞ ഒരു മലയാളി റിപ്പോർട്ടർ, അയാൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു. അന്ന് അദ്ദേഹം വേറൊരു ചാനലിലായിരുന്നു, ഇന്ന് വേറൊരു ചാനലിൽ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. പച്ചക്കള്ളമാണ് പറഞ്ഞത്. അശോക് നഗറിൽ അങ്ങനെ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ CJP പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അക്രമത്തിൽ ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നത്. വെറുതെ എന്തൊക്കെയോ പടച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇത് ഇടത് ഇസ്ലാമിസ്റ്റ് സംഘങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവരുടെ ഹാൻഡിലുകളിൽ, ഇടത് ജിഹാദി മാധ്യമ ഹാൻഡിലുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലുമാണ് ഇത്തരത്തിൽ വ്യാജമായി സൃഷ്ടിച്ച ചിത്രങ്ങൾ സഹിതം വ്യാജമായി സൃഷ്ടിച്ച ഒരു വാർത്ത വന്നത്. പോലീസുകാരുടെ മർദ്ദനമേറ്റ് ഒരു പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു എന്ന് അവകാശപ്പെട്ട വ്യാജ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത്. എന്നാൽ സർക്കാരിന്റെ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ ഈ വാർത്ത പൂർണ്ണമായി തെറ്റാണെന്ന് അതിന്റെ ഫാക്ട് ചെക്ക് ഡീറ്റെയിൽസ് സഹിതം വ്യക്തമാക്കി രംഗത്ത് വന്നു. ഡൽഹിയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മരണവും ഉണ്ടായിട്ടില്ല. ഈ അവകാശവാദം ഇത് വ്യാജമാണ്, തെറ്റാണ്, സ്ഥിരീകരിക്കാതെ ഒരു വാർത്തയും പ്രചരിപ്പിക്കരുത് എന്ന് എക്സ് പ്ലാറ്റ്ഫോമിലാണ് PIB അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ CJPക്ക് പുറമെ ഇടതുപക്ഷം, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ ഇവരുടെ ഹാൻഡിലുകളിലൊക്കെ ഇല്ലാത്ത വ്യാജ വാർത്തകളും AI ചിത്രങ്ങളും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇത് മനഃപൂർവ്വം, നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇത് മനഃപൂർവ്വം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു രാജ്യത്ത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ തന്നെ നടന്നതുപോലെ, ശ്രീലങ്കയിലും ഒക്കെ നടന്നതുപോലെ സർക്കാരിനെ എങ്ങനെങ്കിലും വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. അത് ഇവിടെയുള്ള ഏമാന്മാർക്ക്, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ നന്നായിട്ടറിയാം. അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. അതിന്റെ ഭാഗമായിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കും. നാളെ വേണമെങ്കിൽ സോനം വാങ്ചുക്ക് അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചർച്ചയാകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യം പോകും എന്ന് മനസ്സിലായതുകൊണ്ടാണോ അതോ അവര് വാടക കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2 ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, അതുപോലെ ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ഒന്നും നടപടി എടുക്കരുത്. എല്ലാം നടന്നത് തന്നെ. എന്തായാലും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നടന്നുകൊള്ളും. അതിനിടയിലൂടെ വ്യാജ വാർത്തകളും പ്രചരിക്കട്ടെ. ആവശ്യത്തിൽ കൂടുതൽ വ്യാജ വാർത്തകൾ പ്രചരിച്ചോട്ടെ. എന്തിനേയും ഏതിനേയും നേരിടാൻ പ്രാപ്തിയുള്ള, ശേഷിയും ശേമുഷിയുമുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഇന്ത്യ ഭരിക്കുന്നത്.